മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ മഹായോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന IPC മഹാരാഷ്ട്ര റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ പി ജോയ് അവർകൾ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ജനറൽ, സ്റ്റേറ്റ്, റീജിയൻ തലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാർക്കും, സീനിയർ ശുശ്രൂഷകന്മാർ, സെൻട്രൽ ഏരിയ പാസ്റ്റർമാർ, ലോക്കൽ ശുശ്രൂഷകന്മാർ, ബഹുമാന്യരായ സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവന്റെ വചനവുമായി ഒരിക്കൽ കൂടെ ഈ സ്റ്റേജിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും അവസരം ഒരുക്കി തന്ന ജനറൽ കൗൺസിൽ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളോട് എൻ്റെ നന്ദി, കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ഇന്ന് രാത്രി നമുക്ക് ആവശ്യമുള്ളത് നൽകിത്തരുമെന്ന വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഇന്ന് രാത്രിയിൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ വെളിപ്പെടുത്തലുകളും പ്രദർശനങ്ങളുമാണ് നമ്മുടെ വിഷയം. അതിനാധാരമായി ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ദൂതൻ നൽകുന്ന മറുപടി നാം കേട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ വിശുദ്ധ പ്രജ ഉത്ഭവിക്കും. മൈക്കോണാക്കണേ. സ്വിച്ച് ഓണാ. പ്രൈസ് ദി ലോർഡ്. ഇത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ സംഭവിക്കുകയില്ല എന്ന് സങ്കല്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാനിടയാകും. പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ വെളിപ്പെടുത്തലുകളും പ്രദർശനങ്ങളും നിന്നുപോയി. വേദപുസ്തകം പൂർണ്ണമായി എഴുതിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനങ്ങൾ നിന്നുപോയി എന്ന് ബ്രദറൻ സഭ പഠിപ്പിക്കുന്നു. നാം അത് വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളത് അനുഭവിക്കുന്നവരാണ്. അവർക്ക് നിന്നുപോയി. പക്ഷെ ഈ പന്തലിനുള്ളിൽ ഇരിക്കുന്നവർക്കറിയാം ആത്മാവിന്റെ പ്രകടനങ്ങളും പ്രദർശനങ്ങളും നിന്നുപോയിട്ടില്ല. കാരണം കഴിഞ്ഞ 4 രാത്രിയിൽ നമ്മൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയും ആത്മാവിന്റെ പ്രദർശനം ഇവിടെ നടക്കാൻ പോകുന്നത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. സൃഷ്ടിപ്പ് മുതൽ കർത്താവിന്റെ മടങ്ങിവരവ് വരെയും പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ പ്രദർശനങ്ങൾ ഉണ്ട്. പെന്തിക്കോസിന് ശേഷമല്ല പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻസ് കണ്ടുവരുന്നത്. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ, ഉൽപ്പത്തി 1:1 മുതൽ പരിശുദ്ധാത്മാവിന്റെ പ്രകടനമാണ് വേദപുസ്തകത്തിൽ. ഇന്ന് രാത്രി പെന്തിക്കോസിന് മുമ്പുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രകടനങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് പിന്നാലെ 2 ദൈവദാസന്മാർ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പെന്തിക്കോസിന് ശേഷമുള്ള കാര്യങ്ങൾ അവർ പറയുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി വേദപുസ്തകം തുറക്കുമ്പോൾ കാണുന്ന വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി, ഭൂമി പാഴും ശൂന്യവുമായി,
ആഴത്തിന്മേൽ ഇരുൾ വ്യാപരിച്ചിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരുളിന്റെ മീതെ, വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ആത്മാവിന്റെ പരിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പാഴായിപ്പോയതിനെ, ശൂന്യമായി പോയതിനെ, പാഴാകാനല്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്, ശൂന്യമാകാനല്ല ഭൂമിയെ സൃഷ്ടിച്ചത്. അത് പാഴായപ്പോൾ, ശൂന്യമായപ്പോൾ പോയത് പോകട്ടെ എന്ന് വെക്കാതെ എന്തിനു വേണ്ടി അതിനെ സൃഷ്ടിച്ചോ അതിലേക്ക് ദൈവം അതിനെ മടക്കിക്കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. ഇന്ന് രാത്രി എന്റെ ജീവിതം പാഴായിപ്പോയി, എന്റെ ആയുസ് പാഴായിപ്പോയി, എന്റെ ജീവിതം ശൂന്യമായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നിരാശരായി ഇരിക്കേണ്ട കാര്യമില്ല. നമ്മെ സൃഷ്ടിച്ചവൻ എന്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചോ അതിലേക്ക് നമ്മെ പണിതെടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. പാഴായിപ്പോയതിനെ, ശൂന്യമായി പോയതിനെ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ട്, പ്രകടമാക്കിക്കൊണ്ട് ദൈവം ഒരു പുനർസൃഷ്ടി നടത്തിയതായിട്ട് വായിക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി കാണുന്ന ഒരു കാര്യമാണ് ചെങ്കടലിന്റെ വിഭജനം. ചെങ്കടൽ വിഭജിച്ചതിനെ കുറിച്ച് സൺഡേ സ്കൂൾ മുതൽ നമ്മൾ പഠിച്ചു വരുന്നത് മോശ കയ്യിലെ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടുവെന്നാണ്. മോശ വടി നീട്ടിയെന്ന് പറയുന്നത് വാസ്തവമാണ്. വാസ്തവത്തിൽ ചെങ്കടൽ വിഭജിച്ചത് അങ്ങനെയല്ല. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 11-12 വാക്യങ്ങളിലാണ് ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ശക്തി ഏതാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത്, അവരെ തന്റെ ആടുകളുടെ ഇടയിലോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവൻ എവിടെ? സമുദ്രത്തിൽ നിന്ന് കയറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? അവരുടെ ഉള്ളിൽ നിന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ അവന്റെ ഉള്ളിൽ നിന്നാണ്. അഥവാ മോശയുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കി. അഥവാ ചെങ്കടൽ വിഭജിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. മോശ വടിയും നീട്ടിക്കൊണ്ട് നിന്നു. ദൈവത്തിന്റെ വലങ്കൈ, യഹോവയുടെ ഭുജം മോശയുടെ കൈകളിൽ പിടിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മോശയുടെ മേൽ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ചെങ്കടൽ വിഭജിക്കപ്പെട്ടത്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത ഭൂമിയായ കനാനിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സമായി ദൈവം വാക്ക് പറഞ്ഞ നന്മകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിന്ന ചെങ്കടലിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് ആത്മാവിന്റെ ശക്തിയാൽ വിഭജിച്ചു കൊടുത്തെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, 2014 ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം വെച്ചിട്ടുള്ള വാഗ്ദത്തത്തിലേക്ക്, ദൈവം വെച്ചിട്ടുള്ള നന്മകളിലേക്ക്, ദൈവം വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ചെങ്കടലിനെയും, എല്ലാ പോരാട്ട ശക്തികളെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ മുൻപിൽ നിന്ന് ചെങ്കടലിനെ മാറ്റിക്കളഞ്ഞത് മോശയുടെ മുൻപിലുള്ള ചെങ്കടലിനെ പരിശുദ്ധാത്മാവ് മാറ്റിയതുപോലെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ചെങ്കടലിനെയും, എല്ലാ തടസ്സങ്ങളെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മാറ്റിത്തരുന്നതോർത്ത് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, എന്തെല്ലാം തടസ്സങ്ങൾ മുന്നിൽ വന്നാലും, ഒരുപക്ഷെ ആ വാഗ്ദത്തം നിവർത്തിയാകുന്നതിന് മുൻപ് നീ രോഗിയായി തീർന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിന്റെ ICUവിൽ വെന്റിലേറ്ററിൽ നീ കിടക്കുകയാണെങ്കിലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ ദൈവം നിന്നെ വെന്റിലേറ്ററിൽ നിന്ന് വിച്ഛേദിച്ച് ICUവിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ തിരികെ കൊണ്ടുവന്ന് അവൻ വാക്ക് പറഞ്ഞ വാഗ്ദത്തം അവൻ നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ ശക്തനാണ്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രദർശനമാണ്. നാം വായിച്ച പുതിയ നിയമ വേദഭാഗത്തേക്ക് വരട്ടെ. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച്
കർത്താവിന്റെ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് പറഞ്ഞ വാചകമാണ് നമ്മൾ വായിച്ചത്. മറിയയോട് കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശുവെന്ന് പേരിടും, അവൻ വലിയവനാകും, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മറിയ സംശയത്തോടെ ദൂതനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ആട്ടെ ഇത് എങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കാനാ? മറിയോട് തിരിച്ചു ചോദിക്കണം, ഇത് സംഭവിച്ച് കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? മറിയ പറയും, എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് മാത്രമല്ല, ഇസ്രായേലിൽ ജനിച്ച സകല കന്യകമാരുടെയും ആഗ്രഹമായിരുന്നു അവരിലൂടെ യേശു ജനിക്കണമെന്ന്. തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മറിയ ചോദിക്കുന്നത് ഇതാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ സംഭവിക്കുമെന്നറിയാതെ ദൈവം സംഭവിക്കുമെന്ന് പറഞ്ഞൊരു വിഷയം നിന്റെ മുൻപിലുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കുമെന്നുള്ളത് നിന്റെ വിഷയമല്ല. എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വിഷയമാണ്. സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അത് സംഭവിപ്പിക്കുന്ന പദ്ധതി ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ വിചാരപ്പെടേണ്ട വിഷയമല്ല. ഇതെങ്ങനെ സംഭവിക്കും? മറിയ ഇത് ചോദിക്കുവാൻ കുറഞ്ഞപക്ഷം 3 കാരണങ്ങളുണ്ട്. ഒരു കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിക്കാനുള്ള പ്രധാന കാരണം, ഇതിനു മുൻപ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. ഇതിനു മുൻപ് സംഭവിച്ച ഒരു കാര്യത്തോട് ചേർത്ത് ഇന്നാർക്ക് സംഭവിച്ചതുപോലെ നിനക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. ഇതുപോലെ ഒരു സംഭവം വേദപുസ്തകത്തിലോ ചരിത്രത്തിലോ നിങ്ങളുടെ ദേശത്തോ നിങ്ങളുടെ കുടുംബത്തിലോ നടന്നത് ഓർമ്മയിലുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാൻ എളുപ്പമാണ്. പക്ഷെ മറിയ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ലോക ചരിത്രത്തിൽ ഉണ്ടായത് അവിടെ അറിവിലില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി അന്ന് നിലവിലുള്ള പഴയ നിയമ പുസ്തകത്തിലില്ല. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിക്കുമെന്ന് പറയുമ്പോഴാണ് മറിയ ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ദൈവം വിളിച്ചു പറഞ്ഞാൽ, ഇന്ന് വരെ കുമ്പനാട് മൈതാനം കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇതുവരെ നിന്റെ കുടുംബത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സംഭവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി വിശ്വസിക്ക്. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യം ഇന്ന് രാത്രി എന്റെ വീട്ടിൽ നടക്കാൻ പോകുകയാണ്, എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്, ഈ കൂടിവരവിൽ നടക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത്, ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്തത്, നിന്റെ ആഗ്രഹത്തിലുള്ള ഒരു സംഭവം സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ, എന്റെ ദൈവമേ, നീ അത് സംഭവിപ്പിക്കുമെന്ന് വിശ്വസിക്കണം. ഒന്നാമത്തെ കാരണം, ഇതിനു മുൻപ് അത് സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. ഒരു കന്യക ഗർഭം ധരിക്കുന്നത് എങ്ങനെയാണ്, ഒരു പുരുഷനെ അറിയാതെ പ്രസവിക്കുന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല. ശാസ്ത്രം ഇത് എഴുതിത്തള്ളിയിരിക്കുകയാണ്. ശാസ്ത്രീയമായി ഇത് തെളിയിക്കാൻ പറ്റുകയില്ല. ശാസ്ത്രവും ദൈവവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം, അന്നേരം കാര്യം മനസ്സിലാകും. ശാസ്ത്രം പറയുന്നത് കാണിച്ചു തന്നാൽ വിശ്വസിക്കാമെന്ന, പക്ഷെ ദൈവം പറയുന്നത് തിരിച്ചാ, വിശ്വസിക്കാമെങ്കിൽ കാണിച്ചു തരാം. ഇന്ന് രാത്രി കാണണോ? ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യം കാണണോ? ശാസ്ത്രീയ അടിത്തറ തിരക്കരുത്. ദൈവം പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അത് ഇന്ന് രാത്രി സംഭവിക്കും. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം, കേട്ടിട്ടില്ലാത്തൊരു കാര്യം, ശാസ്ത്രീയ അടിത്തറയില്ലാത്തൊരു കാര്യം സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ ഇന്ന് രാത്രി പറയണം, ദൈവമേ ഞാനത് വിശ്വസിക്കുന്നു, എന്നെ കാണിച്ചു തരണവേ എന്ന് ആര് പറയുന്നു, അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. മൂന്നാമത് ഒരു കാരണം നമുക്ക് പറയാനുണ്ട്. ആട്ടെ, മറിയക്കത് സംഭവിച്ചു, അതിനുശേഷം ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമായിരുന്നു മറിയയ്ക്ക്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് മറിയയ്ക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത ഈ അത്ഭുതം
ഇതിനു മുൻപ് സംഭവിച്ചിട്ടുമില്ല, ഇതിന് ശേഷം ഇന്ന് വരെ നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കുന്നു ഇന്ന് വരെ നടന്നിട്ടില്ലാത്തതും ഒരുപക്ഷെ ഇനി മേലാൽ ആവർത്തിക്കാൻ സാധ്യതയും ഇല്ലാത്ത ഒരു കാര്യം ഇന്ന് രാത്രി ദൈവം സംഭവിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനി മേലാൽ സംഭവിക്കാൻ സാധ്യതയും ഇല്ലായിരിക്കാം. പക്ഷെ എനിക്ക് വേണ്ടി എന്റെ ദൈവം അത് ചെയ്തു തരുമെന്ന് ഇന്ന് രാത്രി വ്യക്തിപരമായി എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങളുടെ വലങ്കരമൊന്ന് കാണട്ടെ. എത്ര പേരത് വിശ്വസിക്കുന്നു? എനിക്ക് വേണ്ടി ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനി മേലാൽ സംഭവിക്കാൻ സാധ്യതയും ഇല്ലെങ്കിലും അത് ദൈവം ചെയ്തു തരും. നാലാമത്തെ കാരണം, മറിയയുടെ മനസ്സ് പറയുന്നു ഇത് സംഭവിക്കണമെങ്കിൽ ഈ പിക്ചറിൽ യോസേപ്പ് കൂടെ വരണം. മറിയയെ യോസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞത് സംഭവിക്കണമെങ്കിൽ യോസേപ്പ് അതിന്റെ ഇടയ്ക്ക് വരേണ്ടത്. നമ്മളോടൊക്കെ ദൈവം ഒരു കാര്യം സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഒരുപാട് മനുഷ്യര് നമ്മുടെ മനസ്സിൽ വരും. ഇന്നാരിൽ കൂടെ ആയിരിക്കും അത് സംഭവിക്കുന്നത്, ഇന്നയാളായിരിക്കും അതിനെ സഹായിക്കുന്നത്, ഇന്ന വഴിയായിരിക്കും അത് വരുന്നതെന്ന്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, യോസേപ്പ് അതിന്റെ ഇടയ്ക്ക് വരേണ്ട കാര്യമില്ല. മറിയയ്ക്ക് യോസേപ്പായിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ദൈവം ഒരു കാര്യം സംഭവിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആരും ആ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നയാളല്ല നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലല്ല ദൈവത്തിന്റെ സഹായം വരുന്നത്. ദൈവത്തിന് ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ ദൈവം അത് ചെയ്തു തരുമെന്ന് വിശ്വസിക്കണം. ദൈവത്തിന് ഒരുപാട് വഴികളുണ്ട്. മലാഖി പ്രവചനത്തിൽ നമുക്ക് മനപ്പാടം അറിയാവുന്ന ഒരു വാക്യമാണ്, അവൻ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കും. എനിക്കതിനെക്കുറിച്ച് വളരെ ലളിതമായ ഒരു വ്യാഖ്യാനമുണ്ട്. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുമെന്നല്ല ദൈവം പറഞ്ഞത്, വാതിലുകൾ തുറക്കുമെന്ന്. അപ്പൊ ദൈവത്തിന് ഒന്നിലധികം വാതിലുകളുണ്ട്. നമ്മൾ ഒരു വാതിക്കലോട്ട് നോക്കി നിൽക്കുന്നവരാണ്. ആ വാതിൽ അടയുമ്പോൾ നമ്മൾ പറയും എല്ലാ വാതിലും അടഞ്ഞെന്ന്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിന് ഒരു വാതിലല്ല, ഒരു വാതിൽ അടയുമ്പം ദൈവം അടുത്ത വാതിൽ തുറക്കും. അടുത്ത വാതിൽ ദുഷ്ടപിശാച് കൊട്ടിയടച്ചാൽ ദൈവം അതിന്റെ അപ്പുറത്തൊരു വാതിൽ തുറക്കും. അതാരെങ്കിലും കൊട്ടിയടച്ചാൽ അതിന്റെ അപ്പുറത്ത് ദൈവം ഒരു വാതിൽ തുറന്നു തരും. ഇന്ന് രാത്രി നീ വിശ്വസിക്ക്, ഏതെങ്കിലും ഒരു വാതിൽ ദൈവം എനിക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. എല്ലാ വാതിലും കൂടെ ദൈവം കൊട്ടി അടയ്ക്കത്തില്ല. യോസേപ്പ് വന്നില്ല എന്ന് വിചാരിച്ച് നിന്റെ മനസ്സിൽ സങ്കല്പിക്കുന്നയാൾ ഇടയ്ക്ക് വന്നില്ല എന്ന് വിചാരിച്ച് ദൈവം പറഞ്ഞ കാര്യം സംഭവിക്കാതെ പോകുകയില്ല. ദൂതൻ പറയുന്നത് ശ്രദ്ധിക്കുക. പിന്നെ എന്താ നടക്കേണ്ടത്? ദൂതൻ പറഞ്ഞു, നീ സങ്കല്പിക്കുന്ന പോലൊന്നുമല്ല കാര്യം നടക്കാൻ പോകുന്നത്. കാര്യം നടക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഈ അത്ഭുതം നടക്കും. എങ്ങനെ ഇന്ന് രാത്രി അത്ഭുതം നടക്കുന്നറിയാമോ? ദൈവദാസന്മാർ നിങ്ങളുടെ തലയിൽ വന്ന് കൈവെക്കുമ്പോഴല്ല, ഇവിടോട്ട് എല്ലാവരും മുന്നോട്ട് വരുമ്പോഴല്ല. എപ്പോഴാണ് അത്ഭുതം നടക്കുന്നത് ഞാൻ പറയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകടനം നടക്കുന്നത് എപ്പോഴാണെന്ന് പറയാം. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നിരിക്കുകയാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടിരിക്കുകയാണ്. അത് നിന്റെ മൺകൂടാരത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് പറഞ്ഞു പരിശുദ്ധാത്മാവിന് പ്രകടനമില്ലെന്ന്? ഇന്ന് രാത്രി 12 പരിശുദ്ധാത്മ വ്യാപാരത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങൾ ഇന്നുണ്ടാകും. അത് നിന്റെ ശരീരത്തിൽ അറിയാം, നിന്റെ കയ്യിൽ അറിയാം, നിന്റെ കാലുകളിൽ അറിയാം, നിന്റെ അധരത്തിൽ അറിയാം, നിന്റെ നാവിൽ അറിയാം. അത്യുന്നതന്റെ ശക്തി ഇന്ന് രാത്രി 12 വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 12 വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. 12 ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ദൈവം ആത്മാവിൽ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഈ രോഗം എങ്ങനെ സൗഖ്യമാകും? ഈ വഴി എങ്ങനെ തുറക്കും? എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് ആശങ്കയോടെ വന്ന സഹോദര സഹോദരി, നിന്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി ഉത്തരം തന്നിരിക്കുകയാണ്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യോഗത്തിന്റെ ആരംഭ സമയം
സമയം മുതൽ അത്യുന്നതന്റെ ശക്തി ഇന്ന് രാത്രി പന്തലിനുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കാറ്റ് ശരീരത്തിൽ അടിക്കുമ്പോൾ ആരുടെ ദേഹത്ത് കാറ്റ് അടിക്കുന്നു അവർക്കത് തിരിച്ചറിയാൻ കഴിയോ? ആരുടെ ദേഹത്ത് കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കത് തിരിച്ചറിയാൻ കഴിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. കൊടിയ കാറ്റടിക്കുന്നത് പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഇന്ന് രാത്രി മാളിക മുറിയിൽ പകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി പന്തലിനുള്ളിൽ വ്യാപരിക്കട്ടെ. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ദൂതൻ പറയുന്ന രണ്ടാമത്തെ വാചകം ഇതാണ്: ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഇന്ന് രാത്രി അസാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് പകച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിട്ട് കഴിയുമ്പോൾ ഒന്നും അസാധ്യമായി മാറുകയില്ല. ഇന്ന് രാത്രി ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങളില്ല. ഇന്ന് രാത്രി ദൈവത്തിന് ഉറവ തുറക്കാൻ കഴിയാത്ത മരുഭൂമിയില്ല. ദൈവത്തിന് തുറക്കാൻ കഴിയാത്ത ചെങ്കടലില്ല. ദൈവത്തിന് ശാന്തമാക്കാൻ കഴിയാത്ത ഒരു കൊടുങ്കാറ്റുമില്ല. ദൈവത്തിന് തുറക്കാൻ കഴിയാത്ത വാതിലുകളില്ല. ദൈവത്തിന് ഉണർവഹിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളില്ല. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമില്ല. സെരുബ്ബാബേലിന്റെ മുൻപിൽ പ്രശ്നങ്ങളുടെ വലിയ മല നിന്നപ്പോൾ സെക്കറിയ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, എന്റെ ആത്മാവിനാൽ. സെരുബ്ബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? ഇന്ന് സമഭൂമിയായി മാറും. ഇന്ന് രാത്രി, ഈ വ്യാഴാഴ്ച രാത്രി, സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള പർവ്വതം പോലെ നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നത്തിന്റെ പർവ്വതത്തെ നീ ആത്മാവിൽ ആരാധിച്ച് ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി പർവ്വതങ്ങൾ പൊടിഞ്ഞു പോകട്ടെ. ഇന്ന് രാത്രി നീ പർവ്വതത്തിന്റെ വലിപ്പം ദൈവത്തോട് പറയരുത്. നിന്റെ ദൈവത്തിന്റെ വലിപ്പം നീ പർവ്വതത്തോട് പറ. പറ പറ ദൈവത്തിന്റെ വലിപ്പം പർവ്വതത്തോട് പറ. സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള പർവ്വതത്തോട് പറ, എന്റെ ദൈവത്തിന്റെ മുൻപിൽ നീ ഒരു പ്രശ്നമേ അല്ല. എന്റെ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. പരിശുദ്ധാത്മാവ് പ്രശ്നങ്ങളുടെ പർവ്വതത്തെ പൊടിച്ചുകൊണ്ടിരിക്കുക. ലോകത്തുള്ള എല്ലാ ശക്തികൾക്കും അളവുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്പീക്കറിന് അളവുണ്ട്. ഇത്ര വാട്ട്സിന്റെ സ്പീക്കറാണ്. ഇവിടെ കത്തുന്ന ബൾബിന് അളവുണ്ട്, ഇത്ര വാട്ട്സിന്റെയാണ്. നിങ്ങളുടെ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചു തരുന്ന മോട്ടറിന് ശക്തിക്ക് അളവുണ്ട്, ഇത്ര ഹോഴ്സ് പവറാണ്. നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിന്റെ എഞ്ചിന് അളവുണ്ട്, ഇത്ര ക്യൂബിക് സെന്റിമീറ്ററാണ്. പക്ഷെ ഇന്ന് രാത്രി അളവില്ലാത്ത ഒരു ശക്തിയുണ്ട്. എഫേസ്യ ലേഖനം 1:19 പറയുന്നു, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം. ഈ ശക്തിക്ക് അളവില്ല സഹോദര. ഇതിനെ പരിമിതിപ്പെടുത്താൻ പറ്റുകയില്ല. ലോകത്തുള്ള എല്ലാ ശക്തിക്കും അളവുണ്ടെങ്കിൽ ഇന്ന് രാത്രി പന്തലിനുള്ളിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആർക്കും അളക്കാൻ കഴിയുകയില്ല, ആർക്കും ഒതുക്കാൻ കഴിയുകയില്ല. അതൊരു മനുഷ്യന്റെ മർത്യ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ മൺകൂടാരത്തിന് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് രാത്രി പന്തലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൺകൂടാരങ്ങള് അതിന് വഹിക്കാൻ കഴിയാത്ത അളവില്ലാത്ത ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിപ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. ചെങ്കടൽ വിഭജിക്കുന്നതിൽ പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. അടുത്തത്
യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും പരിശുദ്ധാത്മാവിന്റെ പ്രദർശനമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. അതാ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന പ്രത്യാശ. ഈ മർത്യ ശരീരങ്ങൾ മരിച്ചാലും ഒരു ദിവസം ജീവിക്കോ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പരിശുദ്ധാത്മാവിന്റെ പ്രദർശനമാണ്. കാരണം നമ്മൾ വായിച്ചത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവെന്നാണ്. യേശു മരിച്ചിട്ട് ഉയർക്കത്തില്ലെന്ന് അന്നത്തെ പ്രഖ്യാപിത മതം വിളിച്ചു പറഞ്ഞു, അന്നത്തെ സാമുദായിക സംഘടനകൾ വിളിച്ചു പറഞ്ഞു, അന്നത്തെ പട്ടാളം വിളിച്ചു പറഞ്ഞു, അന്നത്തെ ഗവൺമെന്റ് വിളിച്ചു പറഞ്ഞു, സകല പൈശാചിക ശക്തികളും വിളിച്ചു പറഞ്ഞു യേശു ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചവരെ, ലോകത്തെ മുഴുവൻ കീഴടക്കിയവരെ എല്ലാം മരണം വെട്ടിപ്പിടിച്ചെങ്കിൽ, ലോകത്തെ കീഴ്പ്പെടുത്തിയവരെ എല്ലാം മരണം കീഴ്പ്പെടുത്തിയെങ്കിൽ, എന്റെ യേശു മരണത്തെ കീഴ്പ്പെടുത്തി, എന്റെ യേശു മരണത്തെ തോൽപ്പിച്ചു, ഉയർത്തെഴുന്നേറ്റു. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ യേശു മരണത്തെ തോൽപ്പിച്ചു, ഉയർത്തെഴുന്നേറ്റു. അത് പരിശുദ്ധാത്മാവിന്റെ പ്രദർശനമാണ്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ സംഭവിച്ച പ്രായോഗിക തലത്തിൽ നമ്മളെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളിലൂടെ ഓർപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ വായിക്കാം. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ, ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറെ ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നു. ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്ന് കണ്ട് വിശ്വസിച്ചു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ വായിച്ചത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ യഹൂദന്മാരുടെ ശവസംസ്കാര രീതി മനസ്സിലാക്കണം. യഹൂദന്മാരുടെ മര്യാദ പ്രകാരമാണ് യേശുക്രിസ്തുവിനെ അടക്കിയത്. യേശുക്രിസ്തുവിന്റെ മൃതശരീരം ക്രൂശിൽ നിന്നും ഇറക്കിയിട്ട് നിക്കോദിമോസ് വിലയ്ക്ക് വാങ്ങിയ 100 റാത്തൽ സുഗന്ധവർഗം യേശുവിന്മേൽ പൂശി. യേശുവിന്റെ കാൽ മുതൽ മാറിടം വരെ സുഗന്ധവർഗങ്ങൾ ഇട്ടു. സുഗന്ധവർഗം ഇട്ടിട്ട് ചെയ്യുന്നത് ഒരു ശീല വലിച്ചു കീറി നമ്മുടെ കയ്യിലും കാലിലും ബാൻഡേജ് കിട്ടുന്നത് പോലെ ഒരൊറ്റം മുതൽ യേശുവിനെ വരിഞ്ഞു കെട്ടാൻ തുടങ്ങി. അവന്റെ കാലിൽ സുഗന്ധവർഗം ഇട്ടിട്ട് ശീലകൾ കൊണ്ട് കെട്ടി. അവന്റെ ശിഷ്യന്മാരെല്ലാരും ഓടിപ്പോയെങ്കിലും യോഹന്നാൻ അവിടെ നിൽപ്പുണ്ട്. യോഹന്നാന്റെ മനസ്സിൽ പിശാച് അന്നേരം പറഞ്ഞു, ഈ കാലുകൾ ഇനി അനങ്ങുകയില്ല, അത് ശീലകൾ കൊണ്ട് കെട്ടുകയാണ്. അവന്റെ കൈകൾ ശീലകൾ കൊണ്ട് കെട്ടി. സുഗന്ധവർഗമിട്ട് കൈകൾ കെട്ടിയപ്പോൾ യോഹന്നാനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നിനക്ക് അപ്പം നുറുക്കി തന്ന കൈകളാണ്, ഇനി ഈ കൈകൾ ചലിക്കുകയില്ല. അവന്റെ മാറുവിടത്തിൽ സുഗന്ധവർഗമിട്ടിട്ട് ശീലകൾ കൊണ്ട് കെട്ടിയപ്പോൾ പിശാച് യോഹന്നാന്റെ മനസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നീ അവന്റെ മാറുവിൽ ചാരിയിരുന്നതാണ്, അവന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ നീ കേട്ടതാണ്, ഇനി ഈ മാറിടം ചലിക്കുകയില്ല, ഇനി ഈ ഹൃദയം ചലിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു റൂമാല് കൊണ്ടുവന്ന് അവന്റെ മുഖം മൂടിയപ്പോൾ ദുഷ്ടപിശാച് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഇനി നീ ഈ മുഖം കാണത്തില്ല, ഇനി ഇവൻ ചലിക്കത്തില്ല, ഇനി ഇവൻ ഉരിയാടത്തില്ല, ഇനി ഇവന്റെ മുഖം നീ കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഞായറാഴ്ച രാവിലെ സഹോദരിമാര് ചെന്നപ്പോൾ ദൂതൻ വിളിച്ചു പറയുന്ന ഇതാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് കേട്ട് ഓടി വന്ന് യോഹന്നാൻ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ വായിച്ചത്. യോഹന്നാൻ കുനിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച
വെള്ളിയാഴ്ച അവന്റെ ഹൃദയത്തെ വ്യസനിപ്പിച്ച, വെള്ളിയാഴ്ച അവന്റെ ഹൃദയം പിടച്ച, അവൻ നിലവിളിച്ച് കരഞ്ഞ രംഗമാണ്. യേശുവിന്റെ ശരീരത്തിൽ ശീലകൾ കിട്ടുമ്പോൾ, ഓരോ കിട്ടുമ്പോൾ യോഹന്നാന്റെ ഹൃദയം തകർന്നതാണ്. പക്ഷെ ഞായറാഴ്ച രാവിലെ അവൻ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, വെള്ളിയാഴ്ച ഏതെല്ലാം കെട്ടിയോ ആ കെട്ടുകൾ മുഴുവൻ പുനരുത്ഥാനത്തിന്റെ ശക്തി അഴിഞ്ഞോ മാറിയിരിക്കുന്നത് കണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ പന്തലിനുള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇന്ന് രാത്രി പന്തലിനുള്ളിൽ വ്യാപരിച്ച് എല്ലാ കെട്ടുകളും പൊട്ടിയിരിക്കുകയാണ്. എല്ലാ ദുർമന്ത്രവാദ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ ആഭിചാര കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ പാരമ്പര്യ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ രോഗാത്മാവിന്റെ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ അന്ധവിശ്വാസങ്ങളുടെ കെട്ടുകളും കെട്ടട്ടെ. ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി നിന്റെ വായ കെട്ടിയിരിക്കുന്ന, നാവിനെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടി മാറട്ടെ. അടിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ കയ്യെ തളർത്തിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടി മാറട്ടെ. എടുക്കാൻ കഴിയാതെ, സ്തുതിക്കാൻ കഴിയാത്ത നിന്റെ ആധരത്തെ തളർത്തിയിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് രാത്രി പുനരുത്ഥാനത്തിന്റെ ശക്തി പന്തലിനുള്ളിൽ വ്യാപരിക്കട്ടെ. ഒരറ്റം മുതൽ ഒരറ്റം വരെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. Praise the Lord, 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 praise the Lord. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം നിന്നുപോയെന്ന് ആര് പറഞ്ഞു? അത് പറഞ്ഞവർക്കാ നിന്നുപോയത്. ഇന്ന് രാത്രി ഇവിടെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിന്റെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ നടന്നു. ഈ സഹോദരിമാർ കല്ലറയ്ക്കലേക്ക് വരുമ്പോൾ തമ്മിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കല്ലറയുടെ വാതിക്കൽ നിന്ന് ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടും? അതൊരു യാഥാർത്ഥ്യമാണ്. യേശുവിന്റെ കല്ലറയുടെ വാതിക്കൽ 2000 കിലോഗ്രാം ഭാരമുള്ള, 2 ടൺ ഭാരമുള്ള ഒരു കല്ല ഉരുട്ടി വെച്ചത്. ലാസറിന്റെ കല്ലറക്കൽ വെച്ച പോലുള്ള ഒരു ചെറിയ കല്ലല്ല വെച്ചത്. ആര് വിചാരിച്ചാലും ഉരുട്ടി മാറ്റാൻ കഴിയാതെ, രാത്രിയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് കല്ല് ഉരുട്ടി മൃതദേഹം മോഷ്ടിക്കാതിരിപ്പാൻ 2 ടൺ ഭാരമുള്ള ഒരു കല്ല് ഉരുട്ടി വെച്ചത് വെള്ളിയാഴ്ച ഈ സഹോദരിമാര് കണ്ടതാണ്. ഞായറാഴ്ച രാവിലെ വരുമ്പോൾ സഹോദരിമാര് തമ്മിൽ ചോദിക്കുന്ന ഇതാണ്: ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഇന്ന് രാത്രി യോഗത്തിന് വരുമ്പോൾ നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തി, ആഴ്ചകളായി ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കല്ലുകളുണ്ട്. ഇതെങ്ങനെ ഉരുണ്ടു മാറും? ഈ രോഗത്തിന്റെ കല്ലെങ്ങനെ മാറും? ഈ കടഭാരത്തിന്റെ കല്ലെങ്ങനെ മാറും? ഈ പ്രശ്നത്തിന്റെ കല്ലെങ്ങനെ മാറും? ഇത് ആര് ഉരുട്ടിക്കളയുമെന്ന് വ്യാകുലപ്പെട്ട വന്നെങ്കിൽ, ഞായറാഴ്ച രാവിലെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ചതിന്റെ ആത്മാവ് ഭാരമുള്ള കല്ലിനെ ഉരുട്ടി മാറ്റിയെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരമുള്ള ചില കല്ലുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഉരുട്ടി മാറ്റിയിരിക്കുന്നു. വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ കല്ല് ഉരുണ്ട് മാറട്ടെ, ആ കല്ല് ഉരുണ്ട് മാറട്ടെ, ആ കല്ല് ഉരുണ്ട് മാറട്ടെ. മർക്കോസിന്റെ സുവിശേഷത്തിൽ കല്ല് ഉരുണ്ട് മാറിയെന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ. എന്നാൽ സുവിശേഷങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. മത്തായി ഇത് എഴുതിയിരിക്കുന്ന അങ്ങനല്ല. മത്തായി 28-ന്റെ 2-ാം വാക്യം: പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ശ്രദ്ധിച്ചോ? കല്ല് ഉരുട്ടി നീക്കുക മാത്രമല്ല ചെയ്തത്, ദൂതൻ ഉരുട്ടിയ കല്ലിൽ ദൂതൻ തന്നെ ഇരിക്കുക. എന്തിനാ അതിന്റെ പുറത്ത് കയറി അങ്ങ് ഇരിക്കുന്നറിയാമോ? ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കല്ല് ഉരുട്ടി മാറ്റിയാൽ അത് തിരിച്ചുരുട്ടി വെക്കാൻ, ഒരു ദുഷ്ടപിശാചും അത് തിരിച്ചുരുട്ടി വെക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്ക്,
ദൈവം ഒരു കല്ല് ഉരുട്ടി മാറ്റിയെങ്കിൽ ആ കല്ല് തിരിച്ചുരുട്ടി മാറ്റുവാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുകയില്ല. ദൈവം ഒരു രോഗം സൗഖ്യമാക്കിയാൽ മേലാൽ ആ രോഗം നിനക്ക് തിരികെ വരികയില്ല. ദൈവം ഒരു വഴി തുറന്നു തന്നാൽ ഒരു ദുഷ്ടപിശാചും ആ വഴി അടയ്ക്കത്തില്ല. ദൈവം ഉരുട്ടി മാറ്റുന്ന കല്ലിന്റെ മീത് ദൈവത്തിന്റെ ദൂതനെ ഇരുത്തി അത് സ്ഥിരപ്പെടുത്തുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, ദൈവം ചില ഭാരമുള്ള കല്ലുകൾ ഈ കൺവെൻഷനിൽ വെച്ച് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. ഇനി നിന്റെ ആയുസ്സിൽ അത് തിരിച്ചുരുളുകയില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു താക്കീത് കൂടെ തന്ന് നിർത്തട്ടെ. അത് പഴയ നിയമത്തിൽ നിന്ന് തന്നെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം ഏറെ അനുഭവിച്ചൊരു മനുഷ്യനായിരുന്നു ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 25-ാം വാക്യത്തിൽ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങിയെന്നാ വായിക്കുന്നത്. പിന്നീട് നാം കാണുന്നത് അവനും അവന്റെ അപ്പനും അവന്റെ അമ്മയും ഒരുമിച്ച് തിമ്നയ്ക്കുള്ള മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഒരു സിംഹം അവന്റെ നേരെ വന്നു. സിംഹത്തിന് അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട. സിംഹത്തിന് വേണ്ടിയത് ആരെയാണെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവന്റെ നേരെ ആ സിംഹം അലറി വരുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. നിനക്കെതിരെ സിംഹം വരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവും നിന്റെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. അതിനെ വലിച്ചു കീറിക്കളഞ്ഞു. വീണ്ടും ശിംശോനെ കാണുന്നത് ഇസ്രായേലിയർ തന്നെ അവനെ 2 പുതിയ കയറുകൊണ്ട് കെട്ടി ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഫെലിസ്ത്യർ ആർത്തു വിളിച്ചു. പക്ഷെ ഫെലിസ്ത്യർ ആർത്തു വിളിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്ന് 2 പുതിയ കയറും തീയിൽ കരിഞ്ഞ ചണനൂല് പോലെ കരിഞ്ഞുപോയി. അടുത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ കൈ നീട്ടി ഒരു കഴുതയുടെ പച്ചത്താടിയൽ എടുത്തു. ഇന്ന് രാത്രി മനസ്സിലാക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ആവശ്യമുള്ള ആയുധം നീ തപ്പി നടക്കണ്ട. നിനക്ക് കൈയെത്തുന്ന ദൂരത്ത് നിന്റെ ആയുധം അവൻ ഇട്ടിട്ടുണ്ട്. ശിംശോൻ കൈയെത്തി എടുത്തതുപോലെ നിനക്ക് കൈയെത്താവുന്ന ദൂരത്ത് ദൈവം നിന്റെ ആയുധം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ഈ പ്രദർശനം അധികം നാൾ നീണ്ടു നിന്നില്ല. ദലീല അവനെ ഒതുക്കി. സമയം പോയി പെട്ടെന്ന് തീർക്കാം. ചിലരൊക്കെ ആവേശം കൊള്ളുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അഭിഷക്തനെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അവൾ അവനെ ഒതുക്കി തുടങ്ങിയെന്ന. ഏത് അഭിഷക്തനെ ഒതുക്കാൻ പറ്റും? ജീവിതം സൂക്ഷിച്ചില്ലേ ഒതുങ്ങിപ്പോവും സഹോദരന്മാരെ. എത്ര ചണനൂല് നീ പൊട്ടിച്ചതാണേലും, എത്ര സിംഹത്തെ നീ വലിച്ചു കീറിയതാണേലും, നിന്റെ ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ ആത്മാവിന്റെ പ്രദർശനത്തിന് പകരം നീ പിശാചിന്റെ പ്രദർശനശാലയായിട്ട് മാറുമേ. അവൻ പറഞ്ഞു, ഞാനൊരു വൃതസ്ഥനാണ്. എന്റെ തലമുടി കണ്ടിച്ചു കളഞ്ഞാൽ എന്റെ ശക്തി എന്നെ വിട്ടുപോയി. ഞാൻ ശേഷം മനുഷ്യരെ പോലെയാകും. അപ്പോൾ വന്ന ശക്തിക്ക് എന്തിനും കഴിയും, വിട്ടുപോകാനും കഴിയും. സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതം കഴിക്കണം. ഒരിക്കൽ നമ്മിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മെ വേറിട്ട് പോകാതെ നമ്മെ സൂക്ഷിക്കണം. ഒടുവിൽ നമ്മൾ കാണിക്കുന്നത് അവനെ ഒതുക്കി. ഫെലിസ്ത്യർ അവന്റെ കണ്ണ് പൊട്ടിച്ച് കാരാഗ്രഹത്തിൽ മാവ് പൊടിക്കുകയാണ്. ഫെലിസ്ത്യരുടെ മുൻപിൽ അവൻ കളിക്കുകയാണ്. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായി മാറിയ ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പെന്തിക്കോസിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും ഇത് സംഭവിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തെ നമുക്ക് സൂക്ഷിക്കാം, നമ്മുടെ വിശുദ്ധിയെ നമുക്ക് സൂക്ഷിക്കാം. ദൈവത്തോട് പാപം ചെയ്യാതെ യോസേപ്പിനെ പോലെ ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എന്റെ ദൈവത്തോട് പാപം ചെയ്ത് ഈ ശക്തി നഷ്ടപ്പെടുത്തി കളയില്ലെന്ന് തീരുമാനമുള്ളവർ മാത്രം കരമുയർത്തിയായിട്ട് ദൈവം എന്നിൽ പകർന്നിരിക്കുന്ന ഈ ശക്തി ഞാൻ നഷ്ടമാക്കി കളയുകയില്ല. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഇരുന്നോളാം. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ,
ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പാസ്റ്റർ എം.ഇ. വർഗീസ് അച്ചായൻ ഒരു 15 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നു. ഒരു 15 വർഷം മുമ്പ് അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ മാന്നാറിനപ്പുറത്ത് കടപ്ര എത്തിയപ്പോൾ അദ്ദേഹം എന്നെ സാംകുട്ടി എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. എന്നോട് ഒരു സാംകുട്ടി അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കി. അച്ഛൻ ചോദിച്ചു, ഒരു ഷെഡ് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു ഓല ഷെഡ് കണ്ടു. അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്തോ എന്ന് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു ചുണ്ടൻ വെള്ളം ഇരിപ്പുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ചുണ്ടൻ വെള്ളം ഒരുപാട് മത്സരക്കളി കളിച്ച് ഒത്തിരി ട്രോഫി കിട്ടിയതാ. പക്ഷെ ഇപ്പം നടുവൊടിഞ്ഞ് ഷെഡിൽ കയറിയേക്ക. എന്നിട്ട് അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനാണ് നമ്മുടെ പല പുള്ളികളും ഷെഡിൽ കയറിയേക്കുക. സഹോദരന്മാരെ, ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം ഷെഡിൽ കയറും. ഇന്ന് രാത്രി ഒരപേക്ഷയോടെ നിർത്തട്ടെ. എന്നിൽ പകർന്ന ദൈവകൃപ വൃഥാവായി പോയെന്ന് വരാതെ, എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വൃഥാവായി പോകാതെ ഞാൻ എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കും. ഞാൻ എൻ്റെ ജീവിതത്തെ സൂക്ഷിച്ച് എൻ്റെ ശുശ്രൂഷ തീരുന്നത് വരെ വിശ്വാസത്തോടുകൂടെ, വിശ്വാസം കാത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുമെന്ന് തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ തട്ടി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ ശക്തി നമ്മിൽ എന്നും വ്യാപരിക്കട്ടെ. നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവകൃപ വൃഥാവായി പോകാതെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.